നമ്മളെ ലൈഫിൽ നമ്മൾ എന്തായാലും ബിൽഡ് ചെയ്യേണ്ട നമ്മളെ ലൈഫിൽ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യമുള്ള ഒരു സ്കില്ലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രാവശ്യം ഈ ഒരു സ്കില്ലിനെ പറ്റിയിട്ട് ഇതെങ്ങനെ ഡെവലപ്പ് ആക്കാം ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഏതൊരു സിറ്റുവേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇനി നിങ്ങൾ പഠിക്കുന്ന സമയം തൊട്ടിട്ട് അവിടെ നിന്നായാലും നിങ്ങൾ പ്ലസ് ടുവിലേക്ക് കയറി കഴിഞ്ഞാലും ഡിഗ്രിക്ക് കയറി കഴിഞ്ഞാലും ഒരു ജോബിന് കയറുമ്പോഴായാലും നിങ്ങളൊരു കമ്പനി തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിലും ഫാമിലിയിലും ഫ്രണ്ട്ഷിപ്പിലും എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സ്കില്ലാണ്. ആ ഒരു സ്കില്ലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാലിനാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ബിഗിൻ. സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ സ്കിൽ എന്താണെന്നുള്ളത്. യെസ്, കമ്മ്യൂണിക്കേഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങളൊരു ഹൈസ്കൂൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്ലസ് ടുവിലേക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിടെക് എനിത്തിങ് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ജോബിന് കയറുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ റിലേഷൻഷിപ്പിൽ, നിങ്ങളെ ഫാമിലിയിൽ, എല്ലാ സ്ഥലത്തും നമ്മളെ ആ ഒരു ഏരിയ നമുക്ക് പെർഫെക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആവശ്യമുള്ളൊരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പല ആൾക്കാരുടെ വിചാരം ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഈ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇൻട്രോവേർട്ട് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്നും ഉണ്ടാവില്ല. അവരെപ്പോഴും ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് പറയുന്നത്. ബട്ട് ഈ എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനമല്ല. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞൊരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നാണ് പല ആൾക്കാർ പുറത്തുനിന്നാണ് ചിന്തിക്കുന്നത്. ബട്ട് ആക്ച്വലി ഞാനൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സണാണ്. സോ ഈ കമ്മ്യൂണിക്കേഷനും ഈ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ എനർജീനാണ് ആക്ച്വലി അവിടെ ഉണ്ടാക്കുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളും നമുക്ക് എനർജറ്റിക് ആയിട്ട് ചെയ്യാനും പല കാര്യങ്ങൾ ഇതാക്കാനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ നൽകാം. നമ്മളെ എനർജി കുറച്ച് നമ്മളെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇൻട്രോവേർട്ട് നൽകാം. അതാണ് ബേസിക്കലി ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് എന്നാണത്. ബട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, വെർബൽ കമ്മ്യൂണിക്കേഷനാണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് സംസാരത്തിലൂടെ അല്ലാണ്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ അതിൽ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും എന്താ വ്യത്യാസമുള്ളത്? അവിടെ എന്താ എനർജിയാണ് കാണിക്കാൻ പറ്റുക? സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുള്ളിലുള്ള ആശയം അല്ലെങ്കിൽ ഒരു വ്യക്തിനുള്ളിലുള്ള ആശയം മറ്റൊരു വ്യക്തിയിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പല ആൾക്കാർക്കും ഉള്ളിലുള്ള ഫിയർ കാരണമാണ് പല ആൾക്കാർക്ക് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത്. അത് ഞാൻ സംസാരിച്ചാൽ തെറ്റിപ്പോവോ, ഞാൻ സംസാരിച്ച ആൾ എന്ത് വിചാരിക്കും, ഞാൻ സംസാരിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് എത്തുമോ, പിന്നെ എന്നോടുള്ള ഇമ്പ്രഷൻ പോവോ, അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിയർ കാരണമാണ് നമ്മൾ പല ആൾക്കാരും പല സ്ഥലങ്ങളും സംസാരിക്കാറ്. ആ ഫിയർ നിങ്ങൾ മാറ്റിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേറ്റർ ആകാൻ പറ്റും. പിന്നെ പല ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയാണ് ഈ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും മിസ്റ്റേക്സ് വരുത്താൻ പാടില്ല, സംസാരിക്കുമ്പോൾ ഒരു രീതിയിലുള്ള തെറ്റുകളും വരാൻ പാടില്ല. ഏറ്റവും വലിയൊരു പൊട്ടത്തരാണെന്ത് ആ സംഭവം. കാരണം ഏതൊരു വലിയ കമ്മ്യൂണിക്കേറ്റർ ആണെന്നുണ്ടെങ്കിലും അവർക്കും തെറ്റുകൾ വരാം. കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ് ഈ ഒരു മിസ്റ്റേക്സ് അല്ലെങ്കിൽ തെറ്റുകൾ എന്ന് പറയുന്നത്. ബട്ട് ആ ഒരു തെറ്റ് വരുന്ന സാഹചര്യത്തിൽ ആ ഒരു കമ്മ്യൂണിക്കേറ്ററിനെ ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ആ തെറ്റ് ഭാഗത്ത് അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് നിന്നിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നിടത്താണ് ഒരു മികച്ച കമ്മ്യൂണിക്കേറ്റർ നിൽക്കുന്നത്. സോ ഈ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ രാത്രിനെ കൊണ്ട് ഓക്കെ ഇന്ന് ഉറങ്ങി എണീച്ചാൽ ഞാൻ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവും, ഈ ഒരു മൈൻഡ് സെറ്റിൽ വരുന്ന സാധനമല്ല. ഇത് നമ്മൾ പല ജേർണിയിലൂടെയും പലതിലൂടെയും നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ ലൈഫിൽ നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്ന ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്ത് വരുന്ന സാധനമാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ. അത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ പണ്ടത്തെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും സംസാരിക്കാൻ പേടി, ഒരു എഴുന്നേറ്റ് എന്നൊരു കാര്യം പറയാൻ പേടി, അത്രയ്ക്കും മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അവിടെ നിന്നിപ്പം ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നതാണ്, ഞാനൊരു ടീച്ചറാണ്. ഞാൻ ഓൾമോസ്റ്റ് 1000-ഓളം കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ്സസ് ഗ്രൗണ്ടിൽ നമ്മൾ കുട്ടികളെ നിർത്തിയിട്ട് ഒരുപാട് ക്ലാസ്സസും സെഷൻസും കാര്യങ്ങളും എടുക്കാറുണ്ട്. അതിന് പുറമെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് JC അക്കാഡമി എന്ന സ്ഥാപനത്തിലാണ്. അവിടെ ഓൾമോസ്റ്റ് നമുക്ക് ഒരു 20+ എംപ്ലോയീസ് ഉണ്ട്. അവരെ HR മാനേജറാണ് ഞാൻ, പ്ലസ് അവരെ ഒരു മാത്രമുള്ള ബ്രാഞ്ചിൻ്റെ മാനേജറും കൂടിയാണ്. സോ ഇത്രയും എഴുന്നേറ്റ് നിന്നൊരു സാധനം പറയാൻ മടിയുള്ള പേടിയുള്ള ഒരാൾ ഇന്ന് ഈ ഒരു പൊസിഷനിലേക്ക്, ഇതൊരു വലിയ പൊസിഷനാണെന്നല്ല പറയുന്നത്, ബട്ട് അന്നത്തെ ഒരു ആളെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള പല സിറ്റുവേഷൻസിലും ഞാൻ നിർബന്ധിതനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. അങ്ങനെ മാറി വന്നതാണ് ഞാൻ. അല്ലാതെ ഒറ്റ രാത്രിനെ കൊണ്ട് ഒരു കമ്മ്യൂണിക്കേറ്റർ ആയതല്ല. നമ്മളെ ഈ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്ത് മെല്ലെ ഗ്രാജ്വലി ആയി വരുന്നതാണ്. ഓക്കെ, സോ ആർക്കും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകാൻ പറ്റും. ആ ഒരു സാധനം നിങ്ങൾ ഉള്ളിലാണ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഞാൻ ശ്രമിച്ചാൽ എനിക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകാൻ പറ്റും, ഞാൻ ഒരു ചെറിയൊരു എഫേർട്ട് ഇട്ടാൽ മതി, നമുക്ക് ആകാൻ പറ്റും. കാരണം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റാത്തതിനെ കൊണ്ട്, നമ്മളെ ഉള്ളിലുള്ള കാര്യം ഒന്ന് മുഖത്ത് തുറന്ന് പറയാൻ പറ്റാത്തൊരു കാരണം കൊണ്ട് പല സ്ഥലത്തും
ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ട ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ഇല്ലാണ്ടായി പോവാണ്. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ആക്ച്വലി മനസ്സിലാകുന്ന കാര്യം അവരുള്ള ഫിയർ ആണെന്നുള്ളത്. സോ നിങ്ങൾ ആദ്യം തിരുത്തേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ നിങ്ങളുടെ ഫിയറാണ്. ആ പേടി, ഞാൻ പറയുന്നത് തെറ്റിക്കോട്ടെ, എന്താ സംഭവിക്കാൻ പോണത്? ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ പോകുമായിരിക്കും. ബട്ട് നിങ്ങൾ അവിടെ കുറേ കാര്യങ്ങൾ പഠിക്കും. ഇനി ഇൻ കേസ് നിങ്ങളൊരു മീറ്റിങ്ങിന് പോവാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോവാണ്, നിങ്ങൾ പറയാൻ പേടിച്ചിട്ട് അവിടെ പതറി പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒന്നും പറയാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് തീരെ കിട്ടില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നം വെച്ചാൽ അടുത്ത ഇൻ്റർവ്യൂ അതേപോലെ തന്നെ ഇപ്പോൾ. പക്ഷെ അതിന് പകരം നിങ്ങൾ അവിടെ ഒന്ന് എഴുന്നേറ്റൊന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എഴുന്നേറ്റൊന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മേ ബി നിങ്ങൾ തെറ്റുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ ഒരു തെറ്റായ രീതിയിൽ കാണുമായിരിക്കും, നിങ്ങളെ കഴിവില്ലാത്ത ആളായിട്ട് കാണുമായിരിക്കും. ബട്ട് അവിടെ ഒരു ചേഞ്ച് വന്നു, ഒന്നും ചെയ്യാത്ത ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത ആളായിട്ട് മാറിയിട്ടുണ്ട്. സോ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇതിൽ വരുന്ന മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേറ്റർ ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഇത് യൂട്യൂബിൽ കുറേ ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. സോ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിൽ തീരുമാനിക്കണം എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. എന്നിട്ട് അതിനു വേണ്ടി എഫേർട്ട് ഇടുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട പല ഓപ്പർച്യൂണിറ്റീസ്, പല ഏരിയകൾ എല്ലാം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. ഉറപ്പുള്ള കാര്യം. കാരണം ഇപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് ഞാൻ എൻ്റെ ലൈഫിൽ ബിൽഡ് ചെയ്തതിനെ കൊണ്ടാണ് ഇന്ന് എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് എന്നോടൊരാൾ വന്നൊരു പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളെ എനിക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ആ ഒരു ലെവലിലേക്ക് എൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അതിൽ വലിയൊരു മേജർ പാർട്ടുണ്ട്. സോ അതിനെക്കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ എന്താക്കുക, ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് ഇനി 30 വയസ്സാകട്ടെ, 40 വയസ്സാകട്ടെ, ഈവൻ 16 വയസ്സ്, നമുക്ക് 14 വയസ്സുള്ള ഒരു കുട്ടി വരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് ആവശ്യം നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയം, അതാണ് റൈറ്റ് ടൈം. ആ ടൈമിൽ നിങ്ങൾ എന്താക്കുക, ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാക്ടിക്കലായി ഞാൻ വർഷങ്ങളെടുത്തിട്ട് ഞാൻ എൻ്റെ ജേണിയിൽ പല സിറ്റുവേഷൻസിനും കൊണ്ടും ഇൻഡയറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് ഞാൻ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ടുള്ളത്. സോ അതിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു മാസ്റ്റർ ക്ലാസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് 199 ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം മിക്കവാറും ആ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് വാങ്ങാൻ പറ്റും. അതിൽ ഞാൻ അത് കുറേ വലിച്ചു കിട്ടിയ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് ഇൻഫർമേഷൻസും പ്ലസ് ഒരു 3 എക്സസൈസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു 3 എക്സസൈസ് 30 ദിവസത്തേക്ക് ചെയ്യാനുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടാനുള്ളത് അവിടെ നിന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്ന ലെവലിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. സോ 199 എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പുറത്തു പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പൈസ ആവുന്നുള്ളൂ. ചിലപ്പോൾ ആ ഒരു 199 ആയിരിക്കും നിങ്ങളുടെ ലൈഫ് മൊത്തം ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളെല്ലാവരും ഞാൻ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ വേണ്ടിയിട്ട് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.